നമസ്കാരം. കേരളത്തിലെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷനാണ് PNC-MAK. 2026 PNC-MAKയിലെ കോളേജുകളിലെ അഡ്മിഷന് വേണ്ടിയുള്ള BSc നഴ്സിംഗിൻ്റെ അപേക്ഷയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 15 തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കുവാനുള്ള സമയം. 49 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളാണ് ഈ അസോസിയേഷനിൽ ഉള്ളത്. ഇവിടെ എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരേ ഫീസ് തന്നെയാണ്. LBSലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ ജനറൽ, OBC, EWS വിഭാഗത്തിലുള്ള കുട്ടികൾ നൽകുന്ന അതേ ഫീസ് തന്നെയാണ് ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികളും നൽകേണ്ടത്. അപേക്ഷ സമർപ്പിക്കുവാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 15 തീയതിയാണ്. അതിനുശേഷം അപേക്ഷ സമർപ്പിച്ച കുട്ടികളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അക്കാഡമിക് ഡീറ്റെയിൽസുമൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷമുള്ള വെരിഫൈഡ് ഡേറ്റ ജൂലൈ 17 തീയതി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. വെബ്സൈറ്റിൽ വെരിഫൈഡ് ഡേറ്റ പബ്ലിഷ് ചെയ്യുമ്പോൾ എല്ലാ കുട്ടികളും അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള കുട്ടികൾ അതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുവാനായിട്ട് ജൂലൈ 25 തീയതി വരെ സാധിക്കുന്നതാണ്. അതിനുള്ള സമയം PNC-MAKയിൽ നിന്ന് തരുന്നതാണ്. അതിനുശേഷം ജൂലൈ 31 തീയതി താൽക്കാലികമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിനുശേഷം ഫൈനലായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഓഗസ്റ്റ് 3 തീയതിയാണ്. അതിനുശേഷമാണ് അലോട്ട്മെൻറ്റുകൾ തുടങ്ങുന്നത്. അലോട്ട്മെൻറ്റുകൾ തുടങ്ങുന്നതിൻ്റെ ഡേറ്റ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടില്ല. അത് പിന്നീട് വെബ്സൈറ്റിലൂടെ അറിയിക്കുന്നതാണ്. 2025 PNC-MAKയിൽ 6 അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടായിരുന്നത്. PNC-MAKയിലെ അലോട്ട്മെൻറ്റ് 2025 വരെ LBSലെയും AIMSS-FNCKയിലെയും അലോട്ട്മെൻറ്റുകൾ പോലെ അല്ലായിരുന്നു. PNC-MAKയിലും അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ 49 കോളേജുകളിൽ നിന്ന് താൽപ്പര്യമുള്ള 10 കോളേജുകൾ ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തണം. അലോട്ട്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഓപ്ഷനുകൾ മാറ്റി പുതിയ കോളേജുകൾ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. കോളേജുകളുടെ സ്ഥാനങ്ങൾ മാറ്റി കൊടുക്കുവാനും താൽപ്പര്യമില്ലാത്ത കോളേജുകൾ റിമൂവ് ചെയ്യാനും മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു കോളേജ് മാറ്റി പുതിയതായിട്ടൊരു കോളേജ് ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ 2025 എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ കോളേജുകൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ ക്രിസ്ത്യൻ മൈനോരിറ്റി സീറ്റുള്ള കോളേജുകളും മുസ്ലിം മൈനോരിറ്റി സീറ്റുള്ള കോളേജുകളുമുണ്ട്. ഈ വിഭാഗത്തിലുള്ളവർ കോളേജുകളുടെ ഓപ്ഷൻ നൽകുമ്പോൾ ഇങ്ങനെ മൈനോരിറ്റി സീറ്റുള്ള കോളേജുകൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം. ഇവിടെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ ആ സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടി സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി ടോക്കൺ ഫീസായിട്ട് 10,000 രൂപ അടയ്ക്കണം. ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ്. ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന 10 കോളേജിൽ നിന്ന് 5ാമത്തെ കോളേജാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത് എങ്കിൽ 6ാമത് മുതലുള്ള എല്ലാ കോളേജുകളും ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്ഷനിൽ നിന്ന് റിമൂവ് ആകും. പിന്നീട് 1 മുതൽ 4 വരെയുള്ള കോളേജുകൾ മാത്രമേ ലിസ്റ്റിൽ ഉണ്ടാവുകയുള്ളൂ. ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ 5ാമത്തെ കോളേജ് ലഭിച്ച കുട്ടിക്ക് ആ കോളേജ് താൽപ്പര്യമില്ല എങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ വേറെ കോളേജ് ലഭിക്കുമോ എന്ന് നോക്കുന്നതിന് വേണ്ടി 5ാമതായിട്ട് ലഭിച്ച കോളേജിൽ ടോക്കൺ ഫീസ് അടയ്ക്കുക. അതിനുശേഷം ആ കോളേജിൽ ജോയിൻ ചെയ്യാതെ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ജോയിൻ ചെയ്താൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കുകയില്ല. ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം വെയിറ്റ് ചെയ്താൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കും. അങ്ങനെ വേറെ കോളേജ് ലഭിക്കുമോ എന്ന് നോക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ഹയർ ഓപ്ഷൻ ഫെസിലിറ്റി ഇല്ല. ഒരു കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ ആ കോളേജ് താൽപ്പര്യമാണ് എങ്കിൽ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം പറയുന്ന ഡേറ്റിനുള്ളിൽ ആ കോളേജിൽ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സുകളും ഫീസുമായിട്ട് നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യണം. അങ്ങനെ ജോയിൻ ചെയ്യുന്ന കുട്ടികളെ തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കുകയില്ല. അവിടെ തന്നെയാണ് അവർ തുടർന്ന് പഠിക്കേണ്ടത്. ഓരോ കോളേജിലും ക്ലാസ്സുകൾ തുടങ്ങുന്നത് എന്നാണ് എന്ന് ഓരോ കോളേജും കുട്ടികളെ അറിയിക്കുന്നതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾക്ക് ആ കോളേജ് താൽപ്പര്യമില്ല എങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ അവർ 10,000 രൂപ ടോക്കൺ ഫീസ് അടയ്ക്കുക. അതിനുശേഷം ആ കോളേജിൽ ജോയിൻ ചെയ്യാതെ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആദ്യം ലഭിച്ച കോളേജ് നഷ്ടപ്പെടുന്നതാണ്. തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് ലഭിക്കുകയാണ് എങ്കിൽ അവർക്ക് ആ കോളേജിൽ ജോയിൻ ചെയ്യാം. കോളേജ് ലഭിച്ചിട്ടില്ല എങ്കിൽ ആദ്യം ലഭിച്ച കോളേജും ഉണ്ടായിരിക്കുന്നതല്ല. PNC-MAKയിൽ ഒരു അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടൊരു കോളേജ് ലഭിക്കുമ്പോൾ ആ കോളേജ് നിങ്ങൾക്ക് താൽപ്പര്യമില്ല എങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ടോക്കൺ ഫീസ് 10,000 രൂപ അടയ്ക്കണം. അതിനുശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. ആ കോളേജിൽ നേരിട്ട് നിന്ന് ജോയിൻ ചെയ്യേണ്ട.
ജോയിൻ ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. ജോയിൻ ചെയ്യാതെ ടോക്കൺ ഫീസ് അടച്ച് വെയിറ്റ് ചെയ്താൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ റാങ്കിൻ്റെ അനുസരിച്ച് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നിൽ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതാണ്. ഇവിടെ ഓരോ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴും അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കുട്ടികൾ ടോക്കൺ ഫീസ് അടയ്ക്കുകയും അതിനുശേഷം പറയുന്ന ഡേറ്റിനുള്ളിൽ തന്നെ ആ കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യണം. ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം ആ കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് ആ കോളേജ് നഷ്ടപ്പെടുന്നതാണ്. തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ അവരെ പങ്കെടുപ്പിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിയാൽ മാത്രമേ അവർക്ക് അവിടെ തുടരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികളെ തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കും. അതുപോലെ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികളെയും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിന്ന് പുറത്താക്കും. PNC MAKയിൽ ഒരു കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം LBS വഴിയോ അല്ലെങ്കിൽ AIMSS FNCK വഴിയോ CPAS വഴിയോ ഏതെങ്കിലും ഒരു കോളേജ് ലഭിക്കുകയാണ് എങ്കിൽ ആ കോളേജിലേക്ക് മാറുന്നതിന് വേണ്ടി PNC MAKയിൽ നിന്ന് അനുവാദം തന്നെങ്കിൽ മാത്രമേ മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫീസും അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുമൊക്കെ തിരികെ തന്നാൽ മാത്രമേ നിങ്ങൾക്ക് PNC MAKയിലെ കോളേജിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു അസോസിയേഷനിൽ ലഭിച്ച കോളേജിലേക്ക് മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ വർഷത്തെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ ഓരോന്നും 120 മാർക്കിൽ നിന്നാണ് രണ്ടാമത്തെ വർഷം, ഇംഗ്ലീഷ് 100 മാർക്കിൽ നിന്നും. ഇങ്ങനെ 4 വിഷയങ്ങൾക്കും കിട്ടിയ മാർക്കിനെ നേരിട്ട് തന്നെ കൂട്ടുമ്പോൾ കിട്ടുന്ന മാർക്കാണ് ഇൻഡെക്സ് മാർക്ക്. സ്റ്റേറ്റ് സിലബസിൻ്റെ 4 വിഷയങ്ങളുടെയും ടോട്ടലായിട്ടുള്ള മാർക്ക് 460 ആണ്. 460 മാർക്കിൽ നിന്നാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. CBSE, ICSE സിലബസിലുള്ള കുട്ടികൾക്ക് അവരുടെ 4 വിഷയങ്ങളുടെയും മാർക്ക് നേരിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം 5% വെയിറ്റേജ് മാർക്ക് കൂടി നൽകുന്നുണ്ട്. അങ്ങനെയാണ് അവരുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഓരോ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴും അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾ ടോക്കൺ ഫീസ് അടയ്ക്കുകയും പറയുന്ന ഡേറ്റിനുള്ളിൽ തന്നെ കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് അടുത്ത അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഓരോ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴും ടോക്കൺ ഫീസ് അടയ്ക്കുകയും കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യണം. കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സുകളും ഫസ്റ്റ് ഇയറിലെ ഫീസും മുഴുവനായിട്ടും നൽകണം. അതിനുശേഷം ക്ലാസ്സുകൾ തുടങ്ങുന്നത് എന്നാണ് എന്ന് ഓരോ കോളേജും നേരിട്ട് തന്നെ കുട്ടികളെ അറിയിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.